ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആളുകളുടെ അപര്യാപ്തത നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും നിറഞ്ഞ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായ സ്തോത്രം. പകലില് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിനായിരിക്കാൻ സ്വർഗമാകുന്ന അവസരം നൽകി വളരെ അനുഗ്രഹീതമേറിയ വിശ്രമത്തിന് വേണ്ടി വാത്സല്യ കുടുംബം കാണിച്ച നല്ല മനസ്സിന് കർത്താവിന് നന്ദി പറയുന്നു. കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു. അവരെ മാനിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ തന്തയ്യ, ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അപ്പോവറുകൾ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിശേഷാൽ പ്രിയ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന വാത്സല്യ കുഞ്ഞുങ്ങൾ, എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രിയിൽ വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ സ്ഥിരമായ നാമത്തിലുള്ള എൻ്റെ ക്രൈസ്തവ അഭിവാദനം നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തിരുവചനത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെ അനുഗ്രഹിതമേറിയ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ തിരുവചനത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ആവലോടെ ആവേശത്തോടെ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. പ്ലീസ് ലിസൺ ഹിയർ. നമുക്കൊരുമിച്ച് ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കും മടങ്ങിപ്പോകേണ്ടതുണ്ട്. ദൂരെയുണ്ട്. വാഹനത്തിലല്ല വന്നത്. ആരെങ്കിലും കൊണ്ടുവിടുവായിരിക്കും എന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രഭാഷണം തുടങ്ങുന്നു. കർത്താവ് സഹായിക്കട്ടെ. രാത്രിയിൽ വായിച്ച വേദഭാഗം വളരെ ആവേശം നിറയുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തിൻ്റെ ഉച്ചാരണ ശൈലിയോടുകൂടെ നമുക്ക് ധരിക്കുവാൻ ഉടയവൻ ഉലകത്തിൻ്റെ അകത്തളത്തിൽ പകർന്നു നൽകിയിരിക്കുന്ന അനുഗ്രഹിതമേറിയ വേദവചനത്തിൻ്റെ വാതായനമാണ്. അതുകൊണ്ട് ഈ ആളുകൾ പരിമിതമായി എന്നുള്ളത് കൊണ്ട് വേദവചനം ഞാൻ പരിമിതമാക്കുന്നില്ല. അതിൻ്റെ വിശകലനത്തിലേക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട വിളംബരത്തിലേക്കും പ്രാർത്ഥനയുടെ സന്ദേശം കൊണ്ടുപോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വളരെ എൻ്റെ പ്രഭാഷണ വേദികളിലെല്ലാം ഊറ്റം കൊള്ളിച്ച കിടയറ്റ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വേദഭാഗം ഒരുപക്ഷെ നമ്മൾക്ക് മറ്റാരെക്കാളും പെന്തക്കോസ്തുകാർ അല്ല, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട നിരവധി ആളുകൾക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അർത്ഥാൽ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ വാക്യശകലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വേദഭാഗം നമ്മൾ വല്ലാതെ ഊറ്റം കൊള്ളിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പദം, ഈ വേദഭാഗം അതരത്തിൽ നിന്ന് ഉരുവിട്ട് ദേശത്തിനും നമുക്കും ഒരുപോലെ പറഞ്ഞു നൽകിയിരിക്കുന്നത് കേവലം ഒരു മനുഷ്യനല്ല, കേവലം ഒരു വ്യക്തിപ്രഭാവമല്ല, കേവലം ആളുകളുടെ ഇടയിലുള്ള ഒരു വ്യക്തിയല്ല. ഈ പദം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ തമ്പുരാനാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും കൂടി ഞാൻ പറയാം. ഉലകത്തിൽ നിന്ന് ഉടയവൻ ഈ അഖിലാണ്ട മണ്ഡലങ്ങളെ സകലത്തെയും അണിയിച്ചൊരുക്കി സകല ചരാചരങ്ങൾക്കും പേർ നിശ്ചയിച്ച് വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കുമെല്ലാം അതതിൻ്റെ പേരുകൾ അവർണ്ണനീയമായി അലങ്കരിച്ചൊരുക്കിയ ഉടയവനായിരിക്കുന്നവൻ ഉലകത്തിലേക്ക് പറഞ്ഞു നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ പദമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് വായിച്ചത്. നമ്മൾ ഒരുപക്ഷെ ഈ പദം നിരവധി തവണ ഈ ആലയത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
പറഞ്ഞപ്പോൾ അല്പം വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തമ്പുരാൻ കർത്താവ് പറഞ്ഞതിലും അല്പവും കൂടി ഒരു ചെറിയ വ്യത്യാസം വരുത്തി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആ പറഞ്ഞ പദത്തെയെല്ലാം മാറ്റി നിർത്തി മാനുഷികപരമായ സകല പദങ്ങളും പദപരിചയങ്ങളും പരിചയപ്പെടുത്താതെ ഉലകത്തിലേക്ക് കടന്നു വന്ന ശ്രീ നസ്രയനായ യേശു ക്രിസ്തു തന്റെ യഥരത്തിൽ നിന്ന് കണ്ടനാളത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥനയുടെ പഠിപ്പിക്കലുകൾ ഒരുമിച്ച് വിശകലനം ചെയ്ത് നമ്മുടെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. എന്നെ കേൾക്കുന്ന നല്ലവരായ ദേശനിവാസികളും ഞങ്ങളുടെ സഹോദരതുല്യം കൂടപ്പിറപ്പുകളെന്ന് ഞങ്ങളുടെ അവകാശവാദത്തോടെ ഉന്നയിക്കുന്ന നിങ്ങൾക്കും ഇതൊരാശ്വാസമാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഈ പദം പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. എന്നെ ഈ വേദഭാഗം വായിച്ച് സഹായിച്ച സഹോദരങ്ങൾ ഒന്നും കൂടി അതിൻ്റെ 9-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 9 മുതൽ 15 വരെയുള്ള വേദശകലങ്ങളാണ് തിരഞ്ഞെടുത്തത്. അതിന്റെ 9ന്റെ പ്രാരംഭ ഭാഗം മാത്രം ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. മതി. ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കും. അർത്ഥാൽ വണ്ണം കൂടി നിന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനതിന് ആലങ്കാരിക പ്രയോഗങ്ങൾ ഉപയോഗിച്ച് പറയുന്ന ഒരർത്ഥമുണ്ട്. അത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പ്രഭാഷണ വേദികളെ കിടിലം കൊള്ളിക്കുന്ന നിലവാരത്തിലൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന ഈ പദങ്ങൾ പോലെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അത്രയും പദങ്ങൾ അവിടെ പരിചയപ്പെടുത്തി ഞാൻ ആ ഭാഗം വിടുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. അപ്പോൾ യേശു ശിഷ്യന്മാരോട് അത് പറയണമെങ്കിൽ ശിഷ്യന്മാരുമായി യേശു ഏതോ ഒരു കാര്യത്തിൽ ഒരു കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നടത്തിയിട്ടുണ്ട്. അർത്ഥാൽ യേശു തന്റെ ശിഷ്യന്മാരുമായുള്ള യാത്രയുടെ മേഖലയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ഒരു പദമിതാ. യേശുവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യണം? പ്രാർത്ഥന പഠിക്കണം. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ യേശുവിനോട് പറഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കും. ശ്രദ്ധിച്ചു കേട്ടെ. പ്രാർത്ഥന എന്ന പദത്തെ ഒന്ന് പരിചയപ്പെടുത്തി പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കണം. ശ്രോതാക്കളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാർത്ഥനയിലൂടെ പ്രവേശിക്കുന്ന ആളുകളാണ്. ഏതു തരത്തിലെങ്കിലും പ്രാർത്ഥിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്തും നമ്മുടെ കേരളത്തിന്റെ അകത്തും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്തും ലോകമെമ്പാടും ഏകദേശം 4600-ലധികം മതങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ലോകത്തിന്റെ അകത്തളത്തിൽ ഏകദേശം 3300-ലധികം ഇതര ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. ഏത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ഇതര രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സകല മേഖലകളിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും അവർ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വ്യക്തിയാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരവരുടെ ദൈവത്തോട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളുമെല്ലാം ദൂരസഞ്ചാരവും ഹ്രസ്വമായ സഞ്ചാരവും നടത്തുന്ന വ്യക്തികളാണ്. ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ദൂരേക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏറ്റവും അടുത്തേക്കും നമ്മൾ ഈ യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ യാത്രകളുടെ മധ്യേ നമ്മുടെ കൂടെ സന്തത സഹചാരികളായോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന നിരവധി ആളുകൾ ഏതെങ്കിലും അമ്പലങ്ങളോ പള്ളികളോ ഇതര പ്രാർത്ഥനാലയങ്ങളോ
വാഹനങ്ങളോ കണ്ടാൽ അവർ ഉടനെ ആ വാഹനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അവരുടെ ദൈവത്തോട് കൈകൊണ്ട് അവർ തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്. എന്താ അർത്ഥമെന്നറിയാമോ? ഉലകത്തിന്റെ അകത്തളത്തിൽ ജനിച്ചിരിക്കുന്ന സകല മാനവകുലത്തിൽപ്പെട്ട സകല മനുഷ്യരും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. അവർ പ്രാർത്ഥിക്കേണ്ടത് അത്യന്തപരമായ കാര്യമാണ്. അതുകൊണ്ട് ഏത് മനുഷ്യരും പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. എന്താ അർത്ഥം? ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാനും നിങ്ങളുമൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. നമ്മുടെ സഹോദരിമാരും വാഹനം ഓടിക്കുന്നവർ ഇതിന്റെ അകത്തുണ്ടെന്ന് ഞാൻ അങ്ങ് കരുതുകയാണ്. ഇല്ല എങ്കിൽ ഓടിക്കുന്ന ചങ്ങന്മാരുടെ കൂടെ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വാഹനം ഓടിക്കുന്ന നമ്മൾ രാവിലെ വാഹനമെടുത്തു. വാഹനമെടുക്കുന്ന സമയത്ത് നമ്മുടെ പല സഹോദരങ്ങളും ഏത് ക്രൈസ്തവ സമൂഹത്തിലുള്ളവരാണെങ്കിലും ഏത് ഇതര മതത്തിന്റെ അകത്ത് അകപ്പെട്ട ആളുകളാണെങ്കിലും ഏത് നിരീശ്വരവാദിയാണെങ്കിലും ഏത് ദൈവമില്ലെന്ന് പറഞ്ഞു നടക്കുന്ന ജ്ഞാനവാദികളാണെങ്കിലും അവരെല്ലാം ആ വാഹനമെടുക്കുമ്പോൾ വാഹനത്തിൽ അവരൊന്ന് തൊഴുതതിന് ശേഷം മാത്രമേ അവരാ വാഹനമെടുക്കാറുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? തീർന്നില്ല. നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് പാസ്റ്റർ ഞങ്ങളാരും തൊഴുത് വണ്ടി എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കിക്കർ അടിക്കുന്നതിന് മുമ്പ് സ്വത്രം പറയുന്ന ആളുകൾ ഇതിന്റെ അകത്തും ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? സകല മേഖലകളിലും സകല ഇടങ്ങളിലേക്കും സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആ സഞ്ചാരത്തിനു മുൻപ് അവർ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവരുടെ യാത്ര ആരംഭിക്കാറുള്ളൂ. നോക്ക്, കൂലിത്തൊഴിൽ മുതൽ ആ സർക്കാർ തൊഴിലുകളിലേക്ക് വരെ സഞ്ചാരം തുടങ്ങുന്ന ആളുകൾ അവരുടെ തൊഴിൽ മേഖലകളിലേക്കൊന്ന് കടക്കുമ്പോൾ അവർ പ്രാർത്ഥനയോടുകൂടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ തൊഴിലാരംഭിക്കുന്നത്. അവസാനിച്ചില്ല. സ്കൂളുകളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയ അതിനുള്ളിൽ ആമീൻ അനുഭവം നൽകിയ പ്രാർത്ഥനയുടെ പദപരിചയങ്ങൾ കൊണ്ട് ആമീൻ സ്കൂളുകളിലേക്ക് കടന്ന് പഠനത്തിന് വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിന്റെ പടിക്കെട്ടിന്റെ അകത്തും പടിക്കെട്ടിന്റെ പുറത്തും നിന്ന് പ്രാർത്ഥനയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവരുടെ പഠനം തുടങ്ങുന്നത് നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തലമുറകളും ഇതിന്റെ അകത്തിരിപ്പുണ്ട്. അർത്ഥാൽ ഏതു മനുഷ്യനും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ് ഉലകത്തിൽ ജനിച്ച സകല മനുഷ്യരും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും അല്ലേ? അപ്പൊ പാസ്റ്റർ ശരിയല്ലേ ഞാൻ പറഞ്ഞു? തെളിവ് തരാം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും ഉറങ്ങാതെ ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവരുടെ കണ്ണുകളിലോട്ട് നോക്കി അറിയാം. ഉപ്പന്റെ കണ്ണുപോലെ ഇരിപ്പുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, രാത്രിയിൽ ഉറങ്ങുന്നില്ല. രാത്രി മൊത്തം മൊബൈലിലും തോണ്ടിക്കൊണ്ട് അവൻ ഇരിക്കുന്നു എന്നതിന്റെ അർത്ഥം. അതവിടെ നിൽക്കട്ടെ. ഏതു വിധത്തിലാണെങ്കിലും അവൻ എന്ത് ചെയ്യും, ഉറങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, കട്ടിലിലേക്ക് കിടക്കുന്നതിന് മുൻപ്, തലയിണയിലേക്ക് തല ചായ്ക്കുന്നതിന് മുൻപ് ഉലകത്തിന്റെ അകത്തളത്തിൽ ജീവിപ്പാൻ ഒരു അവസരവും ആയുസ്സും നമുക്ക് ഈ ആരോഗ്യവും മടക്കി നൽകിയ ദൈവത്തിന് ആമേൻ. പണ്ട് മത്തായിച്ചൻ പ്രാർത്ഥിച്ചതുപോലെ നീയെല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരു വാക്കിൽ പ്രാർത്ഥിച്ചിട്ടേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ, കടക്കത്തുള്ളൂ. തീർന്നില്ല. പ്രഭാതത്തിലേക്ക് അവൻ ചാടിയെഴുന്നേൽക്കുമ്പോൾ സൂര്യന്റെ കിരണങ്ങൾ ഭൂമിയുടെ മണ്ണിനെ ചുംബിക്കുന്നതിന് മുൻപ് തന്നെ, നമ്മുടെ നാട്ടിൽ പറയും കോഴിപ്പൂവൻ നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ കണ്ണ് പാതി തുറന്ന് ആ വെള്ളി വെളിച്ചം ആകാശമണ്ഡലങ്ങളിൽ ആ വെള്ളി വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു സ്തോത്രം പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുന്നത്. എന്താ അർത്ഥമെന്നറിയാമോ? സകല മനുഷ്യരും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. ഇനി വചനത്തിന്റെ അകത്തും ചില തെളിവുകൾ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ പ്രസംഗം വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കും എങ്കിലും സമയം കൃത്യതയോടെ മുൻപോട്ട് ഞാൻ കൊണ്ടുപോകും. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ സന്ദേശം നമുക്ക് മാത്രമല്ല, നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരറിവ് അവർക്കും ഉണ്ടാകുന്നത്
നല്ലതാ. എന്റെ പ്രമേയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചില്ല, പ്രാർത്ഥന എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോക്ക്, ഒരിക്കൽ ആമീൻ തമ്പുരാൻ പറഞ്ഞൊരു പദമുണ്ട്, യോനെ നീ എവിടേക്ക് പോകണം? നിനവയിലേക്ക് പോകണം. നിനവയിലേക്ക് പോകേണ്ടുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അനുസരണക്കേടിന്റെ അഹങ്കാരം അത്യച്ചകോടിയിലേക്ക് കടന്നു വന്നപ്പോൾ അനുസരണക്കേട് കൊണ്ട് സ്വന്തം കീസിൽ നിന്ന് കാശെടുത്ത് ടിക്കറ്റ് എടുത്ത് ടർസീസിലേക്കുള്ള കപ്പലിൽ കയറി യാത്ര തുടങ്ങി. നോക്ക്, ഇരിക്കാൻ സീറ്റോ കിടക്കാൻ സ്ഥലമോ ഇല്ലാത്തത് കൊണ്ട് കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ കടന്നു ചെന്ന് MRFന്റെ ടയർ കിടക്കുന്നത് പോലെ അതിന്റെ അകത്തളത്ത് ചുരുട്ടുകൂടി കിടക്കുന്ന ഒരു യോന, പേര് പ്രവാചകൻ എന്ന. മനസ്സിലാകുന്നുണ്ടോ? നല്ലൊരു പാസ്റ്റർ എന്ന. നിങ്ങൾ അറിയണം, പ്രാർത്ഥിക്കുന്നവരെല്ലാം വലിയ പ്രാർത്ഥനാ വീരന്മാരാണെന്ന് വിചാരിക്കരുത്. സ്വോത്രം പറയുന്നവരെല്ലാം വലിയ സ്വോത്രം പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിച്ചവരും ആരാധിച്ചവരെല്ലാം വലിയ വിശുദ്ധന്മാരാണെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, കരുതരുത്. നോക്ക്, ഇവിടെ ഒരു മനുഷ്യൻ MRFന്റെ ടയർ കിടക്കുന്നത് പോലെ ആ കപ്പലിന്റെ അടിത്തട്ടിൽ വളഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. തീർന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പല് മുൻപോട്ട് ചലിക്കാൻ തുടങ്ങി. ആ കപ്പലിന്റെ ചലനം കൊണ്ട് ഓളങ്ങൾ മുൻപോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ അധിക ദൂരം യാത്ര തുടരുന്നതിന് മുൻപ് ആമീൻ കുഞ്ഞോളങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്ന ആ കുഞ്ഞോളങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് രാക്ഷസ തിരമാലകൾ തിരിച്ച് കപ്പലിന് നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആമീൻ കപ്പിത്താൻ തന്റെ കഴിവും കരുത്തും ഉപയോഗിച്ച് ഏറ്റവും കരുത്തോടെ നിൽക്കുന്ന കപ്പലിനെ കടലിന്റെ അകത്തളത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നങ്കൂരമിട്ടതിനെ പിടിച്ചടക്കാൻ ശ്രമിച്ച കപ്പിത്താൻ ആവോളം ആമേൻ വിയർത്തു കുളിക്കുന്നത് പലരും കണ്ടു തുടങ്ങി. ഓരോ നിമിഷവും കപ്പലിന്റെ ചലനത്തിന് വ്യത്യാസം വരാൻ തുടങ്ങി. ഈ സാഗരത്തിന്റെ അകത്തളത്തില് ഏത് നിമിഷവും നിലയില്ലാത്ത ആഴക്കടലിന്റെ അകത്തളത്തിലേക്ക് ഈ കപ്പൽ ആടിയുലഞ്ഞ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ആ കപ്പിത്താൻ പറഞ്ഞു. ഓരോ റൂമിന്റെ വാതിക്കലേക്ക് ഓടിച്ചെന്ന് ആ റൂമിന്റെ വാതിലിൽ ആഞ്ഞാഞ്ഞടിച്ചുകൊണ്ട് ആ കപ്പിത്താൻ പറഞ്ഞ പദപ്രയോഗം വളരെ അർത്ഥവത്തായത്. ദൈവമക്കൾ അതൊന്ന് ചിന്തിക്കണം. എന്താ പറഞ്ഞതെന്നറിയാമോ? കഴിഞ്ഞ നീണ്ട ചില നാളുകളായി ഈ കപ്പലുമായി ഈ കപ്പൽ ചാലിൽ കൂടി അനവധി തവണ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. തിരമാലകൾ എന്റെ കപ്പലിന്റെ നേരെ ആഞ്ഞടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുനാമി മാത്രമല്ല, കാറ്റും കോളും കൊണ്ട് എന്റെ കപ്പലുകൾ ആടി ഉലയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കഴിവുകൊണ്ടും എന്റെ കരുത്തുകൊണ്ടും എന്റെ അറിവുകൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഈ കപ്പലിനെ അന്ന് ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ ആകവില്ല കേട്ടോ. ഈ കപ്പൽ എന്റെ കരുത്തിന് മുൻപിൽ നിൽക്കുന്നില്ല. ഈ കപ്പൽ എന്റെ കഴിവിന് മുൻപിൽ നിൽക്കുന്നില്ല. എന്റെ അറിവിന് മുൻപിൽ ഈ കപ്പൽ നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിക്കൂ. കപ്പിത്താൻ പറഞ്ഞു, നിങ്ങൾ അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കരമുയർത്തി നല്ലൊരു കല്ലേലൂയ പറയുകയാണ്. അപ്പോൾ ആ കപ്പിത്താൻ പറഞ്ഞ പദം ഇതാ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. മിഴി ഇവിടെയും മനം വേറെ എവിടെയും എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അതുകൊണ്ട് ചിലരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുകയാണ്. കാരണം വല്ലാത്തൊരു ഭീകരാന്തരീക്ഷത്തില് എന്തായിത്തീരും ഇതിന്റെ പര്യവസാനം എന്നോർത്ത ഒന്നും ആകത്തില്ല. തുടങ്ങിയത് തമ്പുരാനാണെങ്കിൽ ഒടുക്കവും തമ്പുരാൻ തന്നെ ചെയ്തോളും. കരമുയർത്തില്ല പറഞ്ഞാട്ടെ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതൊരു പദമിതാ, നിങ്ങളുടെ ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അർത്ഥാൽ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ മാനവകുലത്തിനും മറ്റൊന്നും കൊണ്ടും ഒന്നും ചെയ്യാനാവതില്ല. അതിന്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ. ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിലും, ഏത് പ്രതികൂലത്തെ തരണം ചെയ്യണമെങ്കിലും, ഏത് വിഷയത്തെ മുൻപോട്ട് തരണം ചെയ്ത് പോകണമെങ്കിലും ഉലകത്തിലുള്ള ഒരു മനുഷ്യന്റെ കരുത്തുകൊണ്ടാകത്തില്ല, ഉലകത്തിലുള്ള ഒരു മനുഷ്യന്റെ അറിവ് കൊണ്ട് നടക്കത്തില്ല, ഉലകത്തിലുള്ള ഒരു മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് നടക്കത്തില്ല. മറിച്ച് ആ കപ്പിത്താൻ പറഞ്ഞ പദം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ദൈവത്തോട് എന്ത് ചെയ്യുക?
പ്രാർത്ഥിക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നേടാൻ കഴിയത്തില്ല, പ്രാർത്ഥന കൊണ്ടല്ലാതെ. അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്ത. ആ ചിന്തയിലേക്ക് കയറി നമ്മുടെ പ്രഭാഷണത്തിലേക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താണെന്നറിയാമോ, ഏതു മനുഷ്യനും പ്രാർത്ഥിക്കണം. നാനാജാതി മതവർഗ വർണ്ണ വ്യത്യാസമന്യേ മാനവകുലത്തിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. തീർന്നോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപേ ചില ശിഷ്യന്മാരെ യോഹന്നാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും അർത്ഥവത്തായ ഒന്ന് തന്നെയാ, അല്ലേ അപ്പുബാസേ? അപ്പൊ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടല്ലേ മാനുഷികപരമായ പ്രാർത്ഥനകൾ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവണ്ണം പ്രാർത്ഥിക്കുക. കരമുയർത്തി ഹല്ലേലൂയ പറയാവോ? നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ പറയിക്കുന്ന നിങ്ങളുടെ ഇരിപ്പ് കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കാരണം വല്ലാത്ത ഒരു രൗദ്രഭാവത്തിലേക്കാ ചിലരൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും ഇരിക്കണ്ട, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യേശു പറഞ്ഞൊരു പദം, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ചിന്തിച്ചു തുടങ്ങേണ്ടത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന പദം കൊണ്ടല്ല, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ എന്ന പദം കൊണ്ടല്ല. യേശു പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം. ജോയലിന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം, അല്ലേ സഹോദരിമാരെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ യേശു പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ യേശു പഠിപ്പിച്ചത് ആദ്യം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന്. മനസ്സിലായില്ല? യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല. ആദ്യം ഫസ്റ്റ് അപ്പോൾ യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയോടെ ആ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ 9ാമത്തെ വാക്യം പഠിച്ചത് കൊണ്ടും വായിച്ചത് കൊണ്ടുമാണ് നമുക്ക് ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ കാരണം. എന്താ കാരണമെന്നറിയാമോ? അതിന്റെ അപ്പുറത്തേക്കുള്ള ചിന്തകളൊന്നും ആരുടെയും മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും യേശു പഠിപ്പിച്ച പ്രാർത്ഥന, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, അടുത്തേക്ക് പറയുമ്പോൾ എന്നോട് പിണങ്ങരുത്, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളും പിണങ്ങരുത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അവസാനിപ്പിച്ചു, അവിടെ അങ്ങ് നിർത്താൻ മതി. അപ്പോൾ ഇത് ആര് പഠിപ്പിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്? യേശു പഠിപ്പിച്ചെന്ന്. കുഞ്ഞെ, തെറ്റിയ ഒരു കാര്യമുണ്ട്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പറയുന്നതിന് മുൻപ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് യേശു പഠിപ്പിച്ചത്. അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തുള്ളൂ. കരമുയർത്തി സ്വത്രം പറഞ്ഞാട്ടെ. മക്കളെ, നമുക്ക് ഒരുമിച്ച് ഒന്നും കൂടി വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ 9ാമത്തെ വാക്യമാണ് വായിച്ചല്ലേ? പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പഠിക്കണമെങ്കിൽ അതിന്റെ 5ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. അമ്മാമേ ഒന്ന് നിർത്തണേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഒന്ന്, താങ്ക് യു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലെ പ്രാർത്ഥിക്കരുത്. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെ പോലെ പ്രാർത്ഥിക്കരുത്. ഒച്ചയ്ക്ക് പറ. നിങ്ങൾ അത് പറയുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ഒച്ചയ്ക്ക് പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ മാത്രം നിങ്ങൾ ഒച്ച കുറച്ച് പറഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലെ പ്രാർത്ഥിക്കരുത്. കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്. സ്വത്രം. അപ്പം പ്രശ്നമാകും. യേശു ആദ്യം പഠിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ല, പിന്നെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന്. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന്? ഒന്ന്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. അപ്പൊ കപടഭക്തിക്കാരുടെ പ്രാർത്ഥനയുണ്ട്,
മൂന്ന് കാര്യമാണ് യേശു പഠിപ്പിച്ചത്. 3 കാര്യം. ആ 3 കാര്യം പറഞ്ഞിട്ട് ഈ 1-ാമത്തെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. യേശു പറഞ്ഞു, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. ഇനി അതിന്റെ 2-ാമത്തെ ചിന്ത എന്ന് പറയുന്ന 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ മതി, അവിടെ നിൽക്കട്ടെ. അതിന്റെ അടുത്ത 7-ാമത്തെ വാക്യം കൂടി വായിച്ചേ. 7-ാമത്തെ വാക്യം. മതി. എങ്ങനെ ചെയ്യരുതെന്നാ പറഞ്ഞേ? അപ്പോൾ 1-ാമത്തെ ചിന്ത, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലെ പ്രാർത്ഥിക്കരുത്? കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. 2-ാമത് യേശു പറഞ്ഞൊരു പദം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 3-ാമത് യേശു പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? വല്ലാത്ത പ്രശ്നമാവും. അപ്പൊ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ ഒന്ന് മാറ്റേണ്ടേ വരും. 1-ാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം നമുക്ക്. എന്നാലേ ഈ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ എന്ത് ചെയ്യരുത്. ആരാ കപടഭക്തിക്കാര്? നിങ്ങൾ കൂടെയുണ്ടോ? പിണക്കമുണ്ടോ? ആരാ കപടഭക്തിക്കാര്? ഭക്തിയുള്ളവരുണ്ടല്ലേ. നമ്മള് വചനത്തിന്റെ അകത്ത് പല ആളുകളെ കുറിച്ചും ഭക്തിയുള്ള സ്ത്രീകൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഭക്തിയുള്ള പുരുഷന്മാർ ഇല്ല, അങ്ങനെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ പിന്നെ അതിന്റെ മുമ്പിൽ ക വ ഡ എന്നും കൂടി നമ്മൾ ഇടേണ്ട വരുമോ ഇനി? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഭക്തിയുള്ള പുരുഷന്മാർ, അവർ ഭക്തിയുള്ള സ്ത്രീകൾ, അങ്ങനെയൊക്കെ പദം ബൈബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ 2 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. അത് ഭയങ്കര ചിന്തയ്ക്ക് ആധാരമായി. അതിന്റെ തുടക്കം ഭോഗപ്രിയരായി, അവിടെ മുതൽ വായിച്ചു. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ചവരുമായിരിക്കും. അടുത്തത്, അങ്ങനെയുള്ളവരെ അവരുടെ തോളത്ത് എന്ത് ചെയ്യണം? കൈയിടണം. ഇവിടെ അങ്ങനെയുള്ളവര് തോളത്ത് എന്ത് ചെയ്യണം? കൈ ഇട്ടോണ്ട് അവരുടെ കൂടെ എന്ത് ചെയ്യണം? നടക്കണം. നിങ്ങൾ കൂടെ ഉണ്ടോ എന്റെ? ഇല്ലേ? 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത് എന്നറിയാമോ? അവർ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാകയാൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ നടക്കണം. അവരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ നടക്കാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ പല ആളുകളുടെ നടപ്പ് അങ്ങനെയുള്ളവരുടെ കൂടെയാണ്. അങ്ങനെയുള്ളൊരു മതി. ഈ 3 ചിന്ത കൊണ്ടിരുന്നുണ്ട് ഞാൻ. കപടഭക്തിക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്. ആരാ കപടഭക്തിക്കാരെന്ന് പറയുന്നത്? യേശു പറഞ്ഞ കപടഭക്തിക്കാരുടെ 1-ാമത്തെ ചിന്ത ഞാൻ പറയുന്നത്, ക്വാളിറ്റി ഞാൻ പറയുന്നത്. കപടഭക്തിക്കാരുടെ എന്താ 1-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്? അവരാരാണെന്ന് പറഞ്ഞത്? 1-ാമത്തെ ചിന്ത എന്താണ്? അവർ ഭോഗപ്രിയരാ. അയ്യോ എന്റെ പൊന്നു സഹോദരങ്ങളെ, കൂടെ പുറപ്പുകൾ, കുഞ്ഞുങ്ങളെ, അതേപ്പറ്റി പറയാൻ തുടങ്ങിയ മിക്കവാറും വിപ്ലവം നടക്കും. എന്ത് നടക്കും? വിപ്ലവം നടക്കും.
ഇതൊരു കൺവെൻഷൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞാൻ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ അപമാദിച്ചാണ് ഞാൻ. അവർ കപടഭക്തിക്കാർ തെരിക്കോടുകളിലും വഴിയരികിലും നിന്നവർ ചെയ്തതിനെ അവർ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർ കേൾക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് കപടഭക്തിക്കാർക്ക് കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? ക്വാളിറ്റി എന്താണെന്നറിയാമോ? അവരാരാന്ന് പറഞ്ഞിരിക്കുന്നത്? അവർ ഭോഗപ്രിയരാണ്. ഇതേപ്പറ്റി നമ്മൾ സവിസ്തരം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ദുരന്തമാണ്. എന്താ കാരണം? വചനം അതിന്റെ അവസാനം പറഞ്ഞ് പൗലോസിലേക്ക് അവസാനിപ്പിച്ചിരിക്കുന്ന എന്നാ നിയമം? നിങ്ങൾ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. നിങ്ങൾ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയും. ഞാൻ ആ പദം ഒന്ന് വിട്ടേക്കാം. കാരണം അത് ഇച്ചിരി ഏതെങ്കിലും ഒരു കൺവെൻഷൻ നിങ്ങൾ വിളിച്ചാൽ ഞാൻ ആ ഒരു വിഷയം മാത്രം എടുത്തെന്ത് ചെയ്യാം? പ്രസംഗിക്കാം. കാരണം പിന്നെ നമ്മൾ സൊദോം ഗൊമോറയിൽ പോകണം. പിന്നെ നമ്മൾ ചിലപ്പം ലോത്തിന്റെ വീട് വരെയൊക്കെ ഒന്ന് ചിലപ്പം പോകേണ്ടി വരും. പണ്ടൊരു പുള്ളി പറഞ്ഞു, പോത്തുപോലെ വളർന്നാലും ലോത്തിന്റെ വീട്ടിലെ സ്വഭാവം മാറ്റിയാലെന്നാ പറഞ്ഞു. അച്ഛാ വലിയ പ്രശ്നമാണ്. എന്താ കാരണം എന്നറിയാമോ? ഇവർക്ക് അതാ താല്പര്യം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ചിന്ത ഇവരുടെ മനസ്സിൽ ഇല്ല. ഞാൻ കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ അർത്ഥവ്യാപ്തിയിലേക്കോ പദപരിചയത്തിലേക്കോ പ്രവേശിക്കാത്തത്. അവരുടെ താല്പര്യം മൊത്തം ഇതാ, അവരുടെ ചിന്ത ഇതാ. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മുൻപന്തിയിലുണ്ട്, പ്രാർത്ഥിക്കാൻ ഏറ്റവും മുൻപന്തിയിലുണ്ട്. ഒരാരാധന പോലും മുടക്കത്തില്ല, ഒരു പ്രാർത്ഥന പോലും മുടക്കത്തില്ല, ഒരു സഭായോഗം പോലും അവർ മുടക്കത്തില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും അവർ മുൻപിലുണ്ട്. പക്ഷേ അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ഭോഗപ്രിയര. കുറച്ചും കൂടി പറഞ്ഞാൽ സകലവിധ തോന്നിയവാസവും കാണിച്ചിട്ട് ഏറ്റവും മുൻപിൽ വന്നിരുന്ന് ഓ എന്റെ ദിശയമ്മേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. പാട്ടിന് വല്ല കുറവുണ്ടോ? അടുത്ത പാട്ട് പാടുക. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. വന്ന വരവേദെന്നറിയാമോ? ഇതിന്റെ അകത്തിരിക്കുമ്പോഴും ഇവന്റെ തലമണ്ടയ്ക്കകത്തും ഇവരുടെ തലമണ്ടയ്ക്കകത്തും ഇരിക്കുന്ന ചിന്ത എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ അവന്റെ പുറകെ അവരെ വിളിച്ച് കഴിയുന്നത്രയും നിലവാരത്തിലുള്ള ആ ചിന്തകളും പ്രവർത്തികളുമെല്ലാം കൊണ്ടെത്തിക്കണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദേശനിവാസികളോടും വാത്സല്യ ശ്രോതാക്കളോടും ഒന്ന് ഞാൻ പറയാം. തിരുവചനം പഠിപ്പിക്കുന്നത് കപടഭക്തിക്കാരെ കുറിച്ച് പറയുന്നത് അവർ ഭോഗപ്രിയരാണെന്നുള്ളത്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയാൻ ദൈവവചനം നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനത്തിന്റെ അകത്തളത്തില് അവൻ ഭോഗപ്രിയരായി ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാനോ തമ്പുരാന്റെ അരികിലേക്ക് അടുത്തു ചെല്ലുവാനോ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒന്ന്, അവർ ഭോഗപ്രിയര, ചിന്തകൾ കപട വിട പറയുന്നു. രണ്ട്, അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നു. എന്താ ഭക്തിയുടെ വേഷം? നമ്മൾ ഈ പറഞ്ഞ ചിന്തയിലൂടെ വേണമെന്ന് പോകാം അല്ലേ ചമ്മക്ക്? എന്താ വേഷം? എന്താണ്? നല്ല പാന്റും ഷർട്ടൊക്കെ ഇട്ട് ഫുൾ കൈയും അല്ലെങ്കിൽ കൈ മടക്കി വെച്ചും അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വന്നിരുന്ന് പാട്ടൊക്കെ പാടി ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ ആള് ഭക്തിയുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
നിങ്ങൾ മിണ്ടുന്നില്ല? ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? അല്ലെങ്കിൽ കപടഭക്തിയുടെ അനുഭവം എവിടെയൊക്കെയോ കുത്തുകൊണ്ടോ? നമ്മൾ ആരാണ്? നമ്മുടെ ക്വാളിറ്റി എന്താ? നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ അനുഭവം യേശു പഠിപ്പിച്ചതെന്താ? എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് യേശു പഠിപ്പിച്ച്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവരെ കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞതെന്താ? അവർ ഭോഗപ്രിയരാണ്, അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണ്, ഇനി ദൈവത്തിന്റെ ശക്തിയെ കെടുത്തുന്നവരാണ്. അർത്ഥാൽ വെറുതെ വന്ന് പാട്ട് പാടിയത് കൊണ്ട് നീയും ഞാനും ഭക്തിയുള്ളവരാകണമെന്നില്ല. 2 പാട്ട് കൂടുതൽ പാടി കിട്ടിയ ഋതത്തിനനുസരിച്ച് കൈയടിച്ച് ഋതത്തിന്റെ ഒപ്പം അന്യഭാഷ പറഞ്ഞത് കൊണ്ട് ഞാനും നിങ്ങളും ഭക്തിയുള്ളവരാണെന്ന് ചിന്തിക്കരുത്. നല്ല ഹല്ലേലൂയ പറയാമോ? ദിനം പ്രതി പള്ളിയിലേക്ക് കടന്നു പോകുന്നു. പുരോഹിതന്മാരെയും ശ്രേഷ്ഠാധികാരികളെയും അനുസരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും മറ്റിതര സമുദായത്തിൽപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കുന്നവരാണെന്നും ഭക്തിയുള്ളവരാണെന്നും ചിന്തിക്കരുത്. നാനാജാതി മതത്തിന്റെ അകത്തളത്തിൽപ്പെട്ട എല്ലാ ജീവിതങ്ങളും അവരവരുടെ ദൈവത്തിന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ദർശന സായുജ്യമടഞ്ഞ് കടന്നു വരാറുണ്ട്. അവരെല്ലാവരും ഭക്തിയുള്ളവരാണെന്ന് വിചാരിക്കരുത്. കിട്ടുന്ന വാക്കിന് സ്തോത്രം പറഞ്ഞും കിട്ടിയ പുസ്തകങ്ങൾ വായിച്ചും വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും പുരാണങ്ങളും എല്ലാം വായിച്ചത് കൊണ്ട് ഞാനും നിങ്ങളുമെല്ലാം ഭക്തിയുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. മതത്തിന്റെ അധീനതയിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും മതത്തിന്റെ ചട്ടക്കൂടുകളിലും മതത്തിന്റെ അനുസരണത്തിലും ജീവിക്കുന്ന നമ്മൾ ഒരു ഭക്തിയുള്ള വ്യക്തിയാണെന്ന് നമ്മളാരും ചിന്തിക്കരുത്. വചനം പറയുന്നത് ഭക്തിയുള്ളവരെ കുറിച്ച് വചനം അടുത്ത സ്റ്റെപ്പിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ പറയാം. 1 മുതൽ 10 തലമുറ വരെ ജീവിച്ച നോഹയുടെ ജീവിതം നിങ്ങളൊന്ന് എടുത്ത് പഠിക്കണം. അപ്പനപ്പൂപ്പന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് പട്ടണം പണിത തലമുറക്കകത്ത് ജീവിച്ച മനുഷ്യനാ നോഹ എന്ന് പറയുന്നത്. പക്ഷെ പാരമ്പര്യത്തിന്റെ അകത്തളത്തിൽ പെട്ടുപോകാതെ ജീവിതം തുടർന്ന് 10 തലമുറയിലേക്ക് കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം നേരിട്ട് തന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞതെന്താണെന്നറിയാമോ? നോഹയുടെ വംശപാരമ്പര്യമാവിത്. അവൻ നീതിമാനും അവൻ നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടക്കുന്നവനുമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ അധരം തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. പാരമ്പര്യത്തിന്റെ അകത്തളത്തിൽ, പള്ളികളുടെ ചട്ടക്കൂടിന്റെ അകത്തളത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിലും ജീവിക്കാതെ ഇന്ന് രാത്രിയിൽ സ്വർഗ്ഗം എഴുതി ചേർക്കുന്ന പാരമ്പര്യത്തിന്റെ അകത്ത് ജീവിക്കുന്നവരാണ് ഭക്തിയുള്ള ദൈവമക്കൾ എന്ന് പറയുന്നത്. കരമുയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായോ? ഒറ്റയ്ക്ക് പട്ടണം പണിതവർ നോഹയുടെ പാരമ്പര്യത്തിലുണ്ടച്ച. ഒറ്റയ്ക്ക് ഒരു സമുദായം മുഴുവൻ കോർത്തിണക്കി മുൻപോട്ട് കടന്നു കൊണ്ടുവന്ന ഒരു തലമുറകൾ അവന്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. അതൊന്നും അവനെ പിടിക്കാതെ കേൾക്കപ്പെട്ട ന്യായപ്രവചനത്തിന്റെ അകത്തളത്തിൽ മാത്രം അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവം നൽകിയ ദർശനത്തിനൊത്തവൻ ജീവിച്ചപ്പോൾ അവന്റെ 10 തലമുറയിൽ സ്വർഗം അവന് വേണ്ടി പാരമ്പര്യം എഴുതി വെച്ചു. ഇവൻ നീതിമാനാണ്, ഇവൻ നിഷ്കളങ്കനാണ്, ഇവൻ ദൈവത്തോട് കൂടെ നടത്തുന്നവനാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. സ്വർഗത്തിന്റെ അകത്തളത്തിൽ നിന്ന് എഴുതുന്ന ഒരു പാരമ്പര്യം കപടഭക്തിക്കാരെ കുറിച്ചല്ല എഴുതി വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വാസത്തോടെ മുൻപോട്ട് അവന്റെ പാതകൾ സുസ്ഥിരമാക്കുന്ന ഒരുവനെ പറ്റി സ്വർഗം എഴുതി വെക്കുന്ന ഭക്തിയുടെ പാരമ്പര്യത്തിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കൂ. അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി, അവർ ഭോഗപ്രിയര. ആര്?
കപടഭക്തിക്കാർ. യേശു പറഞ്ഞ പദം അതുപോലെ കടമെടുത്ത് ആമേൻ തന്റെ ശിഷ്യവൃന്ദങ്ങളോടും സഭകളോടും ആമേൻ തന്റെ ഏറ്റവും അടുത്ത നിജപുത്രനായിരിക്കുന്ന തിമത്തിയോസിനോടും പറഞ്ഞത് എന്താണെന്നറിയാമോ? ദേ അവർ കപടഭക്തിക്കാരാ. അവരുടെ മുഖം എന്താണെന്നറിയാമോ? ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുന്നതാ. അവരുടെ മുഖത്തിന്റെ പ്രസന്നത നിങ്ങൾ കണ്ടോ? അവർ ഭക്തി അനുഭവിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ആമേൻ ഒരു വാക്കിൽ ഞാൻ ഒരു ഉപദേശം പറയാം. ഭക്തിയുടെ വേഷം ധരിച്ച് ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്താരും ഇരിക്കരുത് കേട്ടോ. കപടഭക്തിയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാലയത്തിന്റെ അകത്താരും ഇരിക്കരുത് കേട്ടോ. ഞങ്ങളുടെ ശബ്ദസീമക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരായ ദേശനിവാസികളോട് പറയാം, ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ഒന്നറിയണം, കപടഭക്തിയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് ഭക്തിയുള്ളവരാണെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. നോക്ക്, അവർക്ക് പൗലോസിന് കൊടുത്ത രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അവർ ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുകയാണ്. അത് വലിയ അർത്ഥവ്യാപ്തിയുള്ള ചിന്തയാണ്. ഭക്തിയുടെ വേഷം എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ നോക്കിക്കേ, ഒരു വെള്ള ഷർട്ടും കറുത്ത പാന്റും ഇട്ടത് കൊണ്ട് ഒരു ഭക്തനാകുകയല്ല. അങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത്? വെള്ള സാരിയും വെള്ള ചുരിദാറും വെള്ള ഷർട്ടും കറുത്ത പാന്റും വെള്ള മുണ്ടുമൊക്കെ ഉടുത്ത് ഓടി പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അവൻ ഭക്തനാണ് എന്ന്, ഞാൻ ഭക്തിയുള്ളവരാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമെന്ന് നീ ചിന്തിച്ചാൽ നിനക്ക് തെറ്റി. ആര് ചിന്തിച്ചാലും വചനം അങ്ങനെ പറയുന്നില്ല. അപ്പോൾ വേഷത്തിന്റെ അകത്ത് ഭക്തി കൊണ്ടുവരാൻ കഴിയത്തില്ല. ഞാൻ അതിനിടയ്ക്ക് പറയും, പലരെയും ഒക്കെ ഒന്ന് നോക്കിയാൽ നല്ല കുഞ്ഞാടിന്റെ രൂപത്തിലാണ് കയറി വരുന്നേ. ആരുടെ രൂപത്തിലാണ് കയറി വരുന്നേ? കുഞ്ഞാട്. നിങ്ങൾ ഒച്ചയ്ക്ക് പറ. ആരുടെ രൂപത്തിലാണ് കയറി വരുന്നേ? കുഞ്ഞാടിന്റെ രൂപത്തിലാണ് കയറി വരുന്നേ. പക്ഷേ അവരുടെ സ്വഭാവം മുഴുവൻ ചെന്നായിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രണ്ട് പാട്ടിന്റെ ചരണങ്ങൾ പാടിയ കുഞ്ഞുങ്ങളും ദൈവദാസനും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ മുൻപിൽ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരത്തിനൊന്നും ഞാനില്ല. പാടി ഒത്താനായിട്ട് വലിയ പാടും. എങ്കിലും അവരെക്കാളും ഒരു മുൻപന്തിയിൽ എത്താൻ വേണ്ടി ഞാനൊന്ന് പാടാൻ നോക്കും. അതെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. അതുകൊണ്ടല്ലേ നല്ല പാട്ടുകൾ പാടിയത് കൊണ്ട് അവർ ഭക്തിയുള്ളവരാകണമെന്ന് ഇല്ല. അന്യഭാഷ പറഞ്ഞത് കൊണ്ട് അവൻ ഭക്തിയുള്ളവനാകണമെന്നില്ല. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകളും അതിന്റെ സമയത്തിന്റെ ദൈർഘ്യവും കൂടുന്നത് കൊണ്ട് അവർ ഭക്തിയുള്ളവനാകണമെന്നില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആരാധിക്കാൻ പറഞ്ഞു, ആരാധിച്ചു. ഒന്നും കൂടെ എന്ന് പറഞ്ഞു, ഒന്നും കൂടെ. ശക്തിയോടെ എന്ന് പറഞ്ഞു, ശക്തിയോടെ. വീണ്ടും ചേർന്ന് പാടാമെന്ന് പറഞ്ഞു, ചേർന്ന് പാടി. ആരാധനയ്ക്ക് കടന്നു വന്ന നേർച്ച കാഴ്ചകളും സകലവിധ കാര്യങ്ങളും എല്ലാം ചെയ്തതുകൊണ്ട് ഭക്തിയുള്ളവരാകണമെന്നില്ല. കൺവെൻഷൻ 4, 5, 10, 15 ദിവസം നടത്തിയത് കൊണ്ട് ഒരു ഭക്തിയുള്ളവരാകണമെന്നില്ല. വചനം അങ്ങനെ അനുശാസിക്കുന്നില്ല. വചനം പഠിപ്പിക്കുന്ന ഭക്തി അതല്ല. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. വചനം പറയുന്നു ഇതെല്ലാം കാണിക്കുന്നത് കപടഭക്തിയാണ്. എന്താ കാരണം? ഞാൻ കൊടുത്തതും ഞാൻ ചെയ്തതും മാത്രം മറ്റുള്ളവർ കേൾക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കൊടുത്തത് മാത്രം. ചിലരൊക്കെ സാക്ഷ്യം പറയുന്ന കേട്ടിട്ടില്ല. അയ്യോ എന്റെ പൊന്നച്ച. ചിലരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ലേ? സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എന്ന പദം കണ്ടുപിടിച്ചത് തന്നെ അവരാ. ഉപകാരം കണ്ടുപിടിച്ചത് തന്നെ അവരാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പല ആളുകളുമൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു രസകരമായൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഭയങ്കര രസമാണ്. എന്താ രസമെന്നറിയാമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയ മക്കളെ, എന്താ രസമെന്നറിയാമോ? മീറ്റിംഗിന്റെ അവസാനം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തുടങ്ങി. ഒരാളോട് പറഞ്ഞു, തൈറോയിഡ് ഉള്ള ആൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ട്.
തൈറോയിഡ് ഉള്ള ആളുകൾ ഇവിടെ ശ്രദ്ധിച്ചു. തൈറോയിഡ് ഉള്ള ആളുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാം. നടുവുവേദന, ഈ നട്ടല് സംബന്ധമായ വേദനയുള്ള ഒരു കൈ പൊക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരാളെങ്കിലും കൈ പൊക്കിയിരിക്കും. ശരിയല്ലേ ചാ? പൊക്കിയിരിക്കും. ഒന്നും കൂടി പറയാം. തലവേദനയുള്ള ഒരു കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കിയിരിക്കും. അല്ലെങ്കിൽ തന്നെ തലവേദനയാ, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മൊത്തം തലവേദനയാണ്. ഒരു തരത്തിലും പണ്ടൊരു പുള്ളി പറഞ്ഞാൽ ജീവിക്കാൻ എന്ത് ചെയ്യല. സ്വത്രം. ഇനി തൈറോയിഡ് സംബന്ധമായി പ്രയാസമുള്ള സഹോദരിമാർ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞാൽ ആകെ 6 പേരേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം തീർച്ചയായിട്ടും എഴുന്നേക്കും. എനിക്കറിയാം, എഴുന്നേറ്റിരിക്കും, യാതൊരു സംശയമില്ല. ഇനി കണ്ട ഒരു കാഴ്ച, അതാ ഞാൻ ലൈവാണോ എന്ന് ചോദിച്ചത്. കണ്ട ഒരു കാഴ്ച, ഒരു ആൻറ്റി ഓടിക്കയറി മുന്നിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മുഴ. പ്രാർത്ഥിക്കാൻ പോകും, എല്ലാവരും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിച്ചു. ആൻറ്റിയോട് പറഞ്ഞു മുഴയുണ്ടോ എന്ന് തൊട്ട്. ആൻറ്റി പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. 2ാമത് പ്രാർത്ഥിച്ചു, 3ാമത് പ്രാർത്ഥിച്ചു, 4ാമത് പ്രാർത്ഥിച്ചപ്പോൾ ഈ ആൻറ്റി ഗതികേട് കൊണ്ട് പറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഗതികേട് കൊണ്ട് ഈ ആൻറ്റി പറഞ്ഞു. പക്ഷെ ഒരു വിഷയത്തിന് ഒരു സ്റ്റേജിൽ ഒരാളെ കൊണ്ട് 4 പ്രാവശ്യം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഗതികേട് ഈ ലോകത്ത് വേറെ വല്ലതും ഉണ്ടോ? എന്നോട് പിണക്കൊന്നും വിചാരിക്കരുതേ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലിരുന്നാൽ കേൾക്കാം പ്രസംഗം. എൻ്റെ ഭാര്യ എല്ലാവരും വന്ന് പറഞ്ഞ എൻ്റെ ലൈവ് ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ വീട്ടിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലോട്ട് നടന്നു വരുമ്പോൾ ഈ ആൻറ്റി എൻ്റെ എതിർവശം നടന്നു വരുന്നു. ഞാൻ കണ്ടപ്പോൾ മിനിങ്ങാനത്തേക്കാളും വലിയ മുഴയായിട്ടാണ് വരുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. മിനിങ്ങാനത്തേക്കാളും വലിയ മുഴ. അപ്പം ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് ഈ മുഴ മാറിയെന്നാണല്ലോ പറഞ്ഞേ. അതെ, അപ്പം ഇത് മാറിയില്ലല്ലോ. ഇല്ല. അപ്പം പിന്നെ മാറിയെന്ന് പറഞ്ഞു. ഇനി ഞാനത് മാറിയില്ലെന്ന് പറഞ്ഞ പാസ്റ്റർക്ക് എന്തെങ്കിലും തോന്നിയാലോ? 4 പ്രാവശ്യം ഭക്തിയുടെ വേഷം ധരിക്കരുത്. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ കെടുത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത അരാജകത്വത്തിന്റെയും വല്ലാത്ത അപകീർത്തിയുടെയും അനുഭവം ഇതിന്റെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം പറയാം. എന്നെ കേൾക്കുന്ന ഈ അഭിഷക്തന്മാരോട് ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം ഞാൻ പറയാം. കേവലം ഭക്തിയുടെ വേഷം ധരിച്ച് ഈ ആലയത്തിന്റെ അകത്ത് നമ്മൾ ഇരിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും കൊടുത്തുകൊണ്ട് വേണം അവനെ ആരാധിക്കുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ കരം ഉയർത്തിപ്പിടിച്ച് ആമേനെന്ന് പറയാൻ കഴിയുന്നുണ്ട്? കേവലം ഭക്തി ധരിക്കുവാൻ, ഭക്തിയുടെ വേഷം ധരിക്കുവാൻ, ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് രാത്രിയിൽ നീ ഇറങ്ങിത്തിരിക്കരുത്. അവൻ ആരാണെന്നറിഞ്ഞ് അവന് മഹത്വം കൊടുത്തും അവൻ ആരാണെന്നറിഞ്ഞ് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും ഇന്ന് രാത്രിയിൽ നീ സമയത്തെ വേർതിരിക്കേ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മൂന്നാമത് പറഞ്ഞ അതിന്റെ ശക്തിയെ കെടുത്തുന്നു. അപ്പോൾ എന്റെ ചോദ്യം ഇതാ, ഇനി 2-3 ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ കിടക്കുക. എന്നിട്ട് വേണം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലോട്ട് കയറാൻ. ഇന്നലെ താമസിച്ച് നിർത്തിയത് കൊണ്ട് ഇന്ന് ആള് വന്നിട്ടില്ല. ഇന്നെങ്ങാനും ഞാൻ താമസിച്ച് നിർത്തിയ നാളെ തൊട്ട് ആള് കാണത്തുമില്ല. സ്വത്രം. ഇന്നലെയും ഇനി ഞാൻ താമസിച്ച് നിർത്തിയതുകൊണ്ട് ഇന്ന് ആള് കുറവാണ്. ഇനി ഇന്നെങ്ങാനും ഞാൻ താമസിച്ച് നിർത്തിയ നാളെ ഒരാൾ അവസാനം വിനിപ്പാസ് മാത്രം വന്നിരുന്ന് എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ ഒരു ഗതികൾ വരുത്താതെ ആ സന്ദേശത്തിലേക്ക് കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു പറഞ്ഞു, പൗലോസ്ലീഹ പറഞ്ഞു, അതിന്റെ ശക്തിയെ കെടുത്തുന്നു. അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നു, അവർ ഭോഗപ്രിയരായി നടക്കുന്നു.
നമ്മൾ രാവിലെ ചിന്തിച്ചതല്ലേ റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ സവിസ്തരം ചിന്തിച്ചപ്പോൾ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവന്നു. എന്താണ്? ആത്മാവിന്റെ വിശുദ്ധിയുമുണ്ട്, ശാരീരിക വിശുദ്ധിയുമുണ്ട്. പ്രാധാന്യത നിറഞ്ഞതായതുകൊണ്ട്, കുഞ്ഞുങ്ങൾ മാത്രമുള്ളത് കൊണ്ട് അതവിടെ അങ്ങ് വിടുകയാണ്. അത് കാരണം അത് ഫാമിലി ആൻഡ് മൊറാലിറ്റി ഒക്കെ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിലൂടെയൊക്കെ പഠിപ്പിച്ചാൽ കുടുംബ വിഷയവും കുഞ്ഞുങ്ങൾ അവരുടെ വിഷയങ്ങളൊക്കെ എടുത്ത് ഒരു ക്ലാസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടാം. പ്രഭാഷണമാണല്ലോ നമ്മുടെ മുൻതൂക്കം. അതുകൊണ്ട് ആ സന്ദേശത്തിലേക്ക് കൂടി വരാം. നമുക്ക് ഈ 3 കാര്യം പൗലോസ്ലീഹ യേശുവിൻ്റെ വാക്ക് കടമെടുത്ത് പഠിപ്പിച്ചിട്ട് പൗലോസ്ലീഹ പറഞ്ഞ പദം എന്നറിയാമോ? എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. നിങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം എന്ന് പറഞ്ഞാൽ അവരുടെ തോളത്ത് എന്ത് ചെയ്യരുത്? കൈയിടരുത്, അവരുമായി കൂട്ടുകൂടരുത്. ഇനി ലേഖനങ്ങളിലേക്ക് വന്നാൽ കുറച്ചും കൂടി അർത്ഥവ്യാപ്തിയായി പറഞ്ഞിരിക്കുന്നത്, യേശു പുത്രനില്ലെന്ന് പറഞ്ഞാലോ പിതാവില്ലെന്ന് പറഞ്ഞവനെയോ വീട്ടിലെന്ത് ചെയ്യരുത്? അവനെ മാത്രമേ വിളിച്ച് വീട്ടിൽ കയറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ളവരുമായിട്ട് സഹവാസം കൂടാൻ എന്ത് താല്പര്യമെന്നറിയാമോ? സ്വത്രം. നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ കൂട്ടുകാരും മൊത്തം യേശു ഇല്ലാത്തവരുമായിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ വയലിൽ കൊക്ക് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ചില സമയത്ത് കൊക്ക് ഒറ്റക്കാരിൽ എന്ത് ചെയ്യും? ഒരു നിപ്പുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചില തലമുറകളെ എനിക്കവനെ മതി, എനിക്കവനില്ലാതെ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ഇതിലും ഭേദം അതാ, ഇതിലും ഭേദം. കഴിഞ്ഞ ദിവസം ഒരു സ്നാനത്തിന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പെങ്കൊച്ച് അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ച, മോളെ നീ സ്നാനപ്പെടാൻ വന്നാണ് വന്നത്? നീ നിന്റെ ആ വിഷയങ്ങളൊക്കെ വിട്ടോ? ഇല്ല, കയറിക്കോളാൻ പറഞ്ഞു. ആ കയറിക്കും. സ്വത്രം. ഇവിടെ ഒറ്റക്കാരില്ല നിൽക്കുന്നത്. എനിക്ക് അവനില്ലാതെ നിങ്ങൾക്കറിയില്ല. എനിക്ക് അവന്റെ കൂടെ പോകാൻ എന്നെ അനുവദിച്ചില്ലെങ്കിൽ ഈ ഉത്തരത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനെങ്ങാനും ഇവിടെ കയറും കൂടി മേടിച്ചു കൊടുക്കാൻ. എന്തിനീ ഓടി നടന്ന് കഷ്ടപ്പെടാൻ നിൽക്കുന്നു? പള്ളി വന്നിരുന്നിട്ടോ കർത്തൃമേശയുടെ അപ്പം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കളയുന്നുണ്ട്. എന്റെ അവരുടെ സ്വഭാവം എന്താണെന്നറിയാമോ? ആരാന്റെ ബൈക്കിന്റെ പുറകെ ഇറങ്ങി നടക്കുക, പാർക്കിലും ബീച്ചിലും പോവുക, അവിടെ ഇരുന്ന് ഐസ്ക്രീം നുണഞ്ഞ് കഴിക്കുക. രാത്രി 12 മണിയായാലും 1 മണിയായാലും നിർത്തത്തില്ല മെസ്സേജ്. ഉറങ്ങിയോ? ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നില്ല. എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. എനിക്കൊന്ന് കാണാൻ കൊതിയാകുക. എടാ, പെറ്റു വളർത്തി പ്രാപ്തിയാക്കിയ തന്തേണൻ തള്ളേന്റെ അടുത്ത് നിനക്ക് ഇതുവരെ നേരാവണ്ണം കാണാൻ നിനക്ക് മനസ്സ് വന്നിട്ടില്ല. സ്വത്രം പറഞ്ഞില്ലല്ലോ. എവിടെ പോയി വിശ്വാസം? എവിടെ പോയി വിശുദ്ധി? നിനക്കിത് ഈ വിശുദ്ധി നിനക്ക് പറ്റിയതല്ലേ? നീ പെന്തക്കോസുകാരനും പെന്തക്കോസുകാരി ആയതുകൊണ്ട് നിനക്ക് ഈ വിശുദ്ധി വേണ്ടെന്നാണോ? തെറ്റി. ഇത് നിനക്കുള്ള പ്രമാണമാണ്. കരമുയർത്തി ഹല്ലേലൂയ പറ. ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ നിനക്ക് അനുവാദമില്ല. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുമായിട്ട് ഒച്ചയ്ക്ക് പറയണേ. കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം ഞാൻ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇല്ലേ പാസ? ശരിയല്ലേ? ഇണയില്ല പിണ കൂടെ. പാസ എന്നെ കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടുവിട്ടതാ. പാസെങ്കിലും എന്റെ കൂടെ നിൽക്കണം. സ്തോത്രം. ഇവരാരും മിണ്ടുന്നില്ല. സ്തോത്രം. അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. നമ്മുടെ ഇണയും പിണയും തുണയല്ല അവിടെയാ. ആശ ഇല്ലേ?
നമ്മുടെ ഇണയും പിണയും തുണയൊക്കെ രാത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു 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 കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ് മക്കളെ നിന്റെ മൊബൈലൊന്നും തരാൻ പറഞ്ഞു. അടുത്തിരുത്തി ഞാനും എൻ്റെ ഭാര്യയുണ്ട്. മൊബൈൽ നോക്കിയപ്പോൾ എൻ്റെ പൊന്നച്ച നമുക്കൊക്കെ മൊബൈൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇല്ലാതിരുന്നത് ഇതുപോലെ മെസ്സേജ് അയക്കാനൊന്നും എന്തായാലും അങ്ങനെയുള്ള ബുദ്ധിയൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഇവർക്കൊക്കെ എവിടെ നീ വാക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയാം. ഇത്രയും പ്രസംഗം നടത്തുന്ന എനിക്ക് പോലും അതിനനുസരിച്ചുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നില്ല. മാൻമിഴി കണ്ണ് പോലെയുള്ള കണ്ണുകൾ കണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉറങ്ങുന്നത്. നിന്റെ മുല്ലമുട്ട് പോലെയുള്ള പല്ലുകൾ കാണുമ്പോൾ എനിക്ക് സ്തോത്രം. ഈ എഴുതി കൊടുത്തവൻ പല്ല് തേച്ചിട്ട് 4 ദിവസമായി. അവൻ മര്യാദയ്ക്കൊന്ന് അരക്കി തേച്ച് കുളിച്ചിട്ട് 2-3 ദിവസം. ഇവൻ വരുന്നത് തന്നെ മറ്റേ ഈ 407-ന്റെ അകത്ത് കച്ചി കൊണ്ടുവരുന്ന പോലെ ഇവൻ വരുന്നത്. സകല കാട്ടുമൃഗങ്ങളും അവന്റെ തലയിലുണ്ട്. എടാ ആദ്യം പോയി അടിച്ച് നനച്ച് നീ ഒന്ന് കുളിക്കും. കുഞ്ഞെ ആദ്യം പോയി മര്യാദയ്ക്ക് അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് ജീവിക്ക്. ഒരു സ്വത്രം പറഞ്ഞില്ല നിങ്ങൾ. ഇവിടെ വന്നിരുന്ന് ആലയത്തിന്റെ അകത്ത് കയറി നമ്മുടെ സഭയെ കുറിച്ച് മാത്രമല്ല, ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളവരെ മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് പുറത്തുള്ളവരെ പറയേണ്ട കാര്യമില്ല. ആദ്യം നീ ഒന്ന് അടിച്ച് നനച്ച് കുളിക്ക്. ആദ്യം നിന്റെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് ജീവിക്ക്. ഈ ആദാമി നിങ്ങൾ ശ്രദ്ധിച്ചോ, മാതാപിതാക്കളും കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ അവരെ മാത്രം വഴക്ക് പറഞ്ഞു. ഈ ആദാമി ഔവ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, ആദ്യമായിട്ട് ഔവനെ കണ്ടപ്പോൾ, ഹായ് ഹൗവ, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, എപ്പം വന്നു, എവിടുന്ന് വന്നു, ആരാണ് നീ, പേരെന്താ എന്നൊന്നും ചോദിച്ചൊന്നുമില്ല. വാട്സാപ്പ് നമ്പർ ഉണ്ടോ, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, അതിൻ്റെ ID പാസ്വേഡൊക്കെ ഒന്ന് പറഞ്ഞു തരണേ, FB ഉണ്ടോ, ഇപ്പൊ ചോദിക്കുന്ന മൊത്തം അതല്ലേ. ഹായ് ഡാ, എവിടെ വീട്, പാസ്വേഡ് ഉണ്ടോ, FB ഉണ്ടോ, ഇല്ലേ, ഉണ്ടച്ചാ ഇല്ലേ, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, ട്വിറ്റർ ഉണ്ടോ, ഓക്കേടാ, നമുക്ക് പിന്നെ എന്ത് ചെയ്യാം. അവനെ കണ്ടപ്പം ആദാം ഓടിച്ചെന്ന് ഹായ് സഹോദരി എന്നുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു. ഇപ്പം ചില അച്ചായന്മാർക്കുള്ളൊരു സൂക്കേടും അമ്മാമ്മമാർക്കുള്ള സൂക്കേട്, കയ്യെ പിടിച്ച് സ്വത്രം പറഞ്ഞില്ലേ അവർക്ക് എന്ത് ചെയ്യത്തില്ല, സ്വത്രം വരത്തില്ല. ചില അച്ചായന്മാർക്ക് അമ്മാമ്മമാരെ കയ്യെ പിടിച്ച് സ്വത്രം പറഞ്ഞില്ല അവർക്ക് എന്ത് ചെയ്യത്തില്ല, സ്വത്രം വരത്തില്ല. ചില അമ്മാമ്മമാർക്കും അങ്ങനെ ഒരു വിഷമമുണ്ട്. എന്താണെന്നറിയാമോ, ചില അച്ചായന്മാർ കയ്യെ പിടിച്ചൊന്ന് കുലുക്കി ഒരു സ്വത്രം പറഞ്ഞാലേ അവർക്ക് നല്ലൊരു സ്വത്രം എന്ത് ചെയ്യത്തുള്ളൂ. നിന്റെ ഗതികേട് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ആദാം ഹവ്വനെ ആദ്യം കണ്ടപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ, എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും എൻ്റെ മാംസത്തിന് മാംസവുമായത്. എൻ്റെ ചോദ്യം, ആദാമിനൊരു ഗാഢനിദ്ര വരുത്തിയാണ് ദൈവം അതിൻ്റെ വാരിയെല്ലിൽ നിന്നൊരു എല്ലെടുത്തിട്ട് ഒരു മനുഷ്യ സ്ത്രീയെ എന്ത് ചെയ്തത്, ഒഴിവാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇതെടുത്ത് ഒരു മനുഷ്യ സ്ത്രീയെ ഉണ്ടാക്കിയപ്പോൾ ആദാം നല്ല ഉറക്കത്തിലാണ്. ഇതൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല, ആദാം എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ഈ ഒരു ചിന്ത ആദാമിന് ആരും പറഞ്ഞു കൊടുത്തതല്ല, അവന്റെ അസ്ഥിയിൽ നിന്ന് പുറത്തെടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു ജ്ഞാനവും ഒരു അറിവും സ്വർഗം അവന് പകർന്നിട്ടുണ്ട്. അല്ലാതെ വീട്ടിലിരിക്കുന്ന പെമ്പർന്നത്തിന് അവൻ കുനിച്ചു പിടിച്ച് മുതുകൻ തിരിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് സ്വോത്രം പറയാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ആരാ ഒറ്റ വാക്ക് ദൈവം ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു അസ്ഥി എടുക്കുന്നുണ്ട്. പറഞ്ഞോ, സാർ
പക്ഷേ മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോഴേ ആദാമിന് ഒരു ജ്ഞാനം ഉണ്ട്, ഒരറിവുണ്ട്. പാപത്തിന്റെ മുൻപ് എന്താ അറിവ്? ഇതെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാ. അങ്ങനെയുള്ള അസ്ഥിനെ എന്നിട്ട് ചവിട്ടി കൂട്ടുന്നത്. അങ്ങനെ ഭാര്യയിൽ നിന്ന് വന്ന ആ സ്ഥാനത്തിന്റെ ചില മെമ്പർമാർ ഇടി കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചോദിച്ച പ്രസംഗം ഞാൻ നീട്ടും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. കപടഭക്തിയുടെ മുഖം മൂടി ധരിച്ച് അവരാലയത്തിന്റെ അകത്തു വരുന്നു. പ്രാർത്ഥനയുടെ പദങ്ങൾ ഉപയോഗിച്ച് അതിന്റെ അർത്ഥവ്യാപ്തികൾ കൊണ്ട് ആലയത്തിന്റെ അകത്തുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നു. ഞങ്ങൾ ഭക്തരാണെന്ന്, ഭക്തിയുള്ള മനുഷ്യരാണെന്ന് മറ്റുള്ളവരെ അവർ കാണിക്കുന്നു. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, കപടഭക്തിക്കാരായവർ അവർ തെരുക്കോണുകളിലും വീതികളിലും വഴിയോരങ്ങളിലും സഞ്ചാരപഥങ്ങളിലും വഴിത്താരകളിലെല്ലാം നിന്ന് അവർ തങ്ങൾ ചെയ്തതിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ളവരെ പോലെയാകരുത്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് ആ 3 ഭാഗം അവിടെ ഒന്ന് വിട്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക് വരാം. ഒന്നാമത് പറഞ്ഞ് കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള തന്റെ പിതാവിനോട് മുറിയിൽ കയറി വാതിലടച്ചു പ്രാർത്ഥിക്കണം. 3 പറഞ്ഞു, ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ഈ 3 കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശു പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ച യേശു പറഞ്ഞു നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ആ പ്രാർത്ഥനയെ 3 ഘടകങ്ങളായിട്ടാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. ആ 3 ഘടകങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ചിന്ത, അത് 7 ഭാഗമായിട്ട് തിരിക്കുമ്പോൾ ആദ്യത്തെ 3 ഭാഗങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് 3 ഭാഗങ്ങളായി തിരിച്ചപ്പോൾ ആ 3 ഭാഗം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുവിന്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പമെടുത്ത് അവൻ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി. യേശു ക്രൂസിൽ നാണിമേൽ 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറിയുടെ കുലക്കളത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവെന്ന അവകാശവാദം ഉന്നയിച്ച് സകല റോമൻ സാമ്രാജ്യവും അവനെതിരെ അവഹേളനത്തിന്റെ പദപ്രയോഗങ്ങൾ ഉരുവിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. യേശു ആ ക്രൂസിൽ കിടന്നു കൊണ്ടുപോലും തന്റെ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് തന്റെ പദപ്രയോഗങ്ങൾ വരെ അവസാനിപ്പിക്കുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം പദങ്ങൾ കൊണ്ട്, ആലങ്കാരികമായ വാക്കുകൾ കൊണ്ട് ആമേൻ നമ്മുടെ ആലയത്തിന്റെ അകത്തളത്തിൽ കോരിത്തെരിപ്പിക്കുന്ന ആമേൻ നിലവാരത്തിലുള്ള പ്രാർത്ഥനകൾ നയിക്കുവാനും നടത്തുവാനും അല്ല യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്? അവൻ മഹത്വവാനായ ദൈവമായതുകൊണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന് സകല മാനവും പുകഴ്ചയും കൊടുക്കേണ്ടത്? ആ മഹത്വത്തിന് യോഗ്യനായവനായതുകൊണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പദം കടമെടുത്തു പറയാം. അഖിലാണ്ട മണ്ഡലത്തെ മുഴുവൻ അണിയിച്ചൊരുക്കിയ സർവശക്തനായ ദൈവത്തിന് സകല മാനവകുലത്തിലും തൊട്ട മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥന ആരംഭിക്കുവാൻ. കണ്ടോ? ഇവിടെ യേശു അത് പഠിപ്പിച്ചതിന്റെ ഒന്നാമത്തെ കാരണം
കപടഭക്തിക്കാർ അവർക്ക് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഞാൻ പഠിപ്പിക്കാം പ്രാർത്ഥന എങ്ങനെ. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് സകല പുകഴ്ചയും കൊടുക്കണം. പദം വിടുന്നു. രണ്ടാം ഭാഗം 7 ചിന്തകളായി 7 കാര്യങ്ങളായി തിരിച്ചിരിക്കുന്ന ആ പ്രാർത്ഥനയെ വിവിധ 3 ഘട്ടങ്ങളായി തിരിക്കുമ്പോൾ അതിന്റെ അടുത്ത 3 ഭാഗങ്ങളിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വരെ 4 മുതൽ 6 വരെയുള്ള ചിന്തകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ദൈവത്തിന് മഹത്വം കൊടുക്കുക. 2 നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുത്തതിന് ശേഷം വരുന്ന അടുത്ത കാര്യമാണ് നമ്മുടെ വിഷയങ്ങൾ. ഇത് നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആത്മാവ് കേന്ദ്രിപ്പിക്കുന്ന സഹോദരിമാരുടെ ഭാഗത്തു നിന്നൊരാൾക്കും സഹോദരന്മാരുടെ ഭാഗത്തു നിന്നൊരാൾക്കും ശക്തിയോടെ ശബ്ദമുയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സഹോദരന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. വിഷയത്തിന്റെ അർത്ഥവ്യാപ്തിക്ക് മാത്രമേ, പദങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം എന്താണ്? ആരാധനയുടെ അനുഗ്രഹം. പക്ഷേ വീട്ടിലുള്ള കോഴി മുട്ടയിടും. കർത്താവേ, ആ മുട്ട താഴെ വീണ് പൊട്ടാതെ വണ്ണം ദൈവത്തിന്റെ കരവും കരുതലും ആ കോഴിയോടും കോഴിക്കൂടിനോടും കൂടെ ഇരിക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെയും ഞങ്ങളുടെ വീടിന് കാവലായി എന്ത് ചെയ്യണം? നിർത്തണം. ദൂതന്മാരുടെ ഒരു സഞ്ചയം മുഴുവൻ ഞങ്ങളുടെ വീടിന് ചുറ്റും എന്ത് ചെയ്യണം? ഇറങ്ങണം. അഗ്നിമയമായ രഥങ്ങളാലും കുതിരകളാലും എന്ത് ചെയ്യണം? ആമേൻ, ഞങ്ങളുടെ ഭവനത്തെ വലയം ചെയ്യണം. എന്തൊരു പരിപാടിയാണെന്നറിയാമോ? യേശുവിനെ നമ്മുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയാ. കോഴി മുട്ടയിടും. ആ മുട്ട താഴോട്ട് എന്ത് ചെയ്യരുത്? വീണത് പൊട്ടരുത്. ദൈവമേ, അത് തൃക്കരങ്ങളിൽ ഏറ്റുവാങ്ങണം. കുളത്തിന്റെ അകത്ത് 5-6 മീനുണ്ട്. പൊന്മാൻ പിടിച്ചോണ്ട് പോകും. കർത്താവേ, പൊന്മാനോട് ശക്തമായി ഇടപെടണം. ഈ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടി കഴിഞ്ഞ ഓണത്തിന്, തിരുവോണം ഞായറാഴ്ചയായിരുന്നു, ഞങ്ങൾ ആരാധനയ്ക്ക് പോയി. എല്ലാവർക്കും അറിയാവുന്നൊരു ചർച്ച. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എവിടെ ചെന്നാലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും പ്രസംഗിക്കാനുള്ളത്. അപ്പം ആരെങ്കിലും കൊണ്ട് തരുവച്ച അതിനു വേണ്ടി തന്നെ വരുന്നൊരു ഉണ്ടല്ലോ. അപ്പം ഈ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ് നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഇന്ന ആൻറ്റി ശബ്ദമുയർത്തി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഞാൻ ആ പേര് പറയാത്ത അങ്ങനെയുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ എനിക്കിന്ന് വീട്ടിൽ പോകണം. അതുകൊണ്ടാണ് അവരെന്നെ ഇവിടെ പിടിച്ചു വെക്കുന്ന എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ച് ആൻറ്റി പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, ഞങ്ങളുടെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ ആരാധനയും സങ്കീർത്തനവും സാക്ഷ്യവും എല്ലാം ദൈവഹിതത്തിന് ഉതകുന്നതായി തീരുവാൻ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഞങ്ങളുടെ ദേശം മുഴുവൻ തിരുവോണത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിറവിലാണ്. കർത്താവേ, ഇന്ന് പകല് തിരുവോണം ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചെന്ത് ചെയ്യുന്നു? ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി, അത്തപ്പൂക്കളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു. അപ്പൊ തിരുവോണം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വരെ നമ്മുടെ ഇടയിൽ. കഴിഞ്ഞ ദിവസം വിഷു ഉണ്ടായിരുന്നു. വിഷുവിന് കണി മേടിച്ചവരും കണി കണ്ടവരും കണിക്കൊന്ന ചുമന്നുകൊണ്ട് പോകുന്നവരെയൊക്കെ ഞാൻ പല സ്ഥലത്തു നിന്ന് കണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പെന്തക്കോസുകാർ ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. സ്തോത്രം. അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇതാ. കാറ് വേണം കർത്താവേ, അത് നല്ല മനോഹരമായ ഒരു വെള്ള നിറത്തിലുള്ളൊരു കാറ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? വേണം. കർത്താവേ, അവിടെ നിന്ന് അത്ഭുതം ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? വെളിപ്പെടണം. ഞങ്ങൾക്ക് കാറ് കിട്ടുവാൻ വേണ്ടി ചില ഹൃദയങ്ങളോട് ദൈവാത്മാവ് എന്ത് ചെയ്യണം? കൃത്യമായി സംസാരിക്കണം. കർത്താവേ, ഞങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ആവശ്യമാണ്. 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ചില കരങ്ങൾ ദൈവം എന്ത് ചെയ്യണം? തുറക്കണം. കർത്താവേ, ഞങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ 0 ബാലൻസിലാണ് കിടക്കുന്നത്. കർത്താവ് അവിടെ നിന്ന് അറിയുന്നുവല്ലോ, ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. സ്വർഗം ഞങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? തമ്പുരാൻ അവിടെ ഇങ്ങനെ ഈ ചെക്കൊക്കെ എഴുതി വെച്ചിരിക്കുക.
നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറ്റണം. ആ ശൈലിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഈ വചനം പറയുന്ന മുൻപേ അവൻ്റെ രാജ്യവും നീതിയും ചെയ്യുക, അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം എൻ്റെ പുറകെ വന്നോളൂ. ആമേൻ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പുറകെ വന്നോളൂ. വീടില്ല, നാടില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ കിടന്ന് ദുഃഖിക്കും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചേ, വീടില്ലെങ്കിലും എനിക്കൊരു പ്രത്യേക ഞാൻ 26 വർഷമായി സ്കൂളിൽ വന്നിട്ട് ഞാനിന്നും വാടക വീട്ടിലാണ് കിടക്കുന്നത്. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മോളെ എന്താ ആവശ്യം എന്ന് ചോദിച്ചാൽ അയാൾ ആദ്യം പറയുന്നത് എന്നാ മതി, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. വെലിപ്പാസൊക്കെ വീട്ടിൽ വന്നിട്ടുള്ളത്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. ഇവിടെ വീടില്ലെങ്കിലും ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നതും സ്വന്തം വീട്ടിൽ താമസിക്കുന്നതും കണക്ക് തന്നെയാണ്. കാരണം ഹൗസിംഗ് ലോൺ എല്ലാവർക്കും ഉണ്ടല്ലോ. അതിലും തന്നെ 3000 രൂപ കൊച്ചു വീടിനകത്ത് താമസിച്ചാൽ പോരെ. 24,000 രൂപ ഹൗസിംഗ് ലോൺ അടയ്ക്കണം. അത് വാടകയിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് അടക്കുന്നത്. ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോകും. ഇത് വാടക വീട്ടിൽ നമ്മൾ 3 മാസമാണെങ്കിലും തെറ്റിയാലും സാരമില്ല, നിങ്ങൾ കൂടെ ഉണ്ടല്ലോ. പ്രാർത്ഥനയുടെ ശൈലി മാറട്ടെ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒന്ന്, ആദ്യത്തെ 3 ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കണം, മനുഷ്യന് മഹത്വം കൊടുക്കരുത്. മഹത്വവും മാനവും പുകഴ്ചയും ദൈവത്തിനുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഇന്ന് രാത്രിയിൽ സകല മതങ്ങളിലും സകല ഇസങ്ങളിലും സകല ആചാര്യന്മാരിലും സകല മതശ്രേഷ്ഠന്മാരിലും ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള ഒന്നേയുള്ളൂ. അവൻ സകല മാനവും മഹത്വവും ഈ സകല അഖിലാണ്ട മണ്ഡലത്തെയും നിർമ്മിച്ച ദൈവത്തിനുള്ളതാണ്. 2, പ്രാർത്ഥിക്കുമ്പോൾ 2-ാം ഭാഗം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ അറിയിക്കണം. 3-ാം ഭാഗം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 3-ാമത്തെ ഭാഗം ഉപസംഹാരമാണ്. എന്താ ഉപസംഹാരം? ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം നൽകിയ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കരമുയർത്തില്ലേ പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഇന്ന് രാത്രിയിൽ കേവലം വാക്കുകൾ കൊണ്ടും അർത്ഥവ്യാപ്തി കൊണ്ടും പ്രാർത്ഥിച്ച പരിചയം കൊണ്ടും പ്രാർത്ഥിക്കാതെ ഇന്ന് രാത്രിയിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ തുടക്കം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കരുത്. എങ്ങനെ? കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വെറുതെ നിങ്ങൾ കടന്നു വന്ന് ജൽപ്പനം ചെയ്യരുത്. വെറുതെ നിങ്ങൾ അവിടെയും ഇവിടെയും തെരിക്കോടുകളിലും നിന്ന് പ്രശംസകൾ പിടിച്ചു പറ്റുന്ന നിലവാരത്തിൽ പ്രാർത്ഥിക്കരുത്. മറിച്ച് പ്രത്യുത നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ദൈവത്തിനും മഹത്വം കൊടുക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തോട് അറിയിക്കണം. നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കണം. ഇതല്ലേ ഒരു ദൈവവൈതലിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഇങ്ങനെയല്ലേ ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കേണ്ടുന്നത്? ഇങ്ങനെയല്ലേ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആലയത്തിന്റെ അകത്തും നമ്മൾ സ്ഥിരമായി ചെയ്തു വരേണ്ടുന്നത്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ അവൻ മുഖസ്ഥിതി പറയുന്നതിനനുസരിച്ചും പ്രാർത്ഥിക്കാനല്ല ദൈവം നമ്മുടെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. വചനം പറയുന്നത് പോലെ, യേശു തമ്പുരാൻ പറഞ്ഞ പഠിപ്പിച്ച പ്രാർത്ഥന പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനുഭവം കൊണ്ടുവരട്ടെ. നമ്മുടെ ആലയത്തിന്റെ അകത്തളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ കണ്ണുകൾ ദൈവസ്ഥാനം ഇടയട്ടെ. പ്രാർത്ഥനയ്ക്കായി സമയത്ത് വേർതിരിക്കാം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ.